ചില ഫുഡ് ഐറ്റംസ് നമുക്കതിൻ്റെ രുചി കൊണ്ട് മാത്രമല്ല ചില ഓർമ്മകൾ കാരണം നമ്മുടെ ഫേവറേറ്റ് ആവലുണ്ടല്ലേ. അപ്പം അങ്ങനെയുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോണത്. ആദ്യം നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ വിസ്കായിരുന്നാലും മതിട്ടാ. പിന്നെ പൊടിച്ച പഞ്ചസാരയും വാനില എസൻസും കൂടി ചേർത്തിട്ട് പഞ്ചസാര നന്നായിട്ട് ബട്ടറായിട്ട് ചേരുന്ന വരെ വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുക. പിന്നെ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. മെയിനായിട്ട് ഈ ഒരു കുക്കീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ ഷേപ്പ് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് കൈകൊണ്ട് ഉരുട്ടിയിട്ട് അങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം. പക്ഷേ ഈ ഒരു ഡാനിഷ് ബട്ടർ കുക്കീസ് എന്ന് പറയുമ്പം മെയിനായിട്ട് ഇതിൻ്റെ ഷേപ്പ് ഇത് ഈ ഒരു റൊസറ്റ് നോസിൽ വെച്ചിട്ടുള്ള ഷേപ്പാണ്. ഇനിയിപ്പോൾ നോസിൽ ഇല്ലാത്തവർ വിഷമിക്കണ്ട, കൈകൊണ്ട് ഷേപ്പ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ നമുക്ക് ആ ഒരു നൊസ്റ്റ് അതാണല്ലോ മെയിൻ. ആ ഒരു നൊസ്റ്റ് കിട്ടണമെങ്കിൽ അതിൻ്റെ ഷേപ്പും കൂടി വളരെ പ്രധാനമാണ്. ബേക്കായി വന്ന ഉടനെ കുറച്ച് സോഫ്റ്റ് ആയിട്ടാവും ഉണ്ടാവുക. കംപ്ലീറ്റ് ആയിട്ട് ചൂടൊക്കെ മാറിയിട്ട് ഒരര മണിക്കൂർ ഒന്ന് പുറത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നമുക്ക് ഹാർഡായിട്ട് കിട്ടും. ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കുണ്ടോ ഇതേപോലെ ഒരു നൊസ്റ്റാൾജിയുടെ പുറത്ത് നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ പെട്ട ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളി, ഒന്നും അറിയാലോ.